ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി വിത്ത് മോംസി. നമ്മുടെ 7 ഡേയ്സ് പ്രിപ്പറേഷൻ സെഷൻ്റെ സെക്കൻഡ് ഡേയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞിടെ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങളുടെ 3 പ്രധാന ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്ന കാര്യം. എല്ലാവരും കൃത്യമായി ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ മടിക്കേണ്ട, ഇന്ന് തന്നെ അത് എഴുതി നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് മുന്നിൽ ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പലപ്പോഴും പല കുട്ടികളും അതുപോലെ തന്നെ പാരൻസും എന്നോട് പറയാറുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ പുസ്തകം തുറന്ന് കുറച്ച് നേരം ഇരിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധ എങ്ങോട്ടോ പോവുകയാണ്, മടി വരികയാണ്, ഉറക്കം വരികയാണ് എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ? നമ്മുടെ പഠനാന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി സ്പേസ് ശരിയല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോക്കസ് ഒട്ടും തിരിയാതെ കൂടുതൽ സമയം എങ്ങനെ മടിയില്ലാതെ പഠിക്കാനിരിക്കാം എന്നതാണ്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ 3 സിമ്പിൾ വേയ്സ് പറഞ്ഞു തരാം. ഫസ്റ്റ് തിങ്, ഫൈൻഡ് എ ഫിക്സ്ഡ് സ്പോട്ട്. അതായത് പഠിക്കാൻ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് വലിയൊരു പഠനമുറി ആകണമെന്നോ വില കൂടിയ ടേബിളും ചെയറും വേണമെന്നോ ഒന്നുമില്ല. നിങ്ങളുടെ വീട്ടിലെ വായുസഞ്ചാരവും വെളിച്ചവുമുള്ള ഏതെങ്കിലും ഒരു ചെറിയ കോർണർ ആയാലും മതി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ ബെഡിൽ കിടന്നുകൊണ്ടോ ടി വിയുടെ മുന്നിലിരുന്നോ പഠിക്കരുത്. അത് നമ്മുടെ ശ്രദ്ധ തിരിക്കും, ഒപ്പം പെട്ടെന്ന് ഉറക്കം വരാനും കാരണമാകും എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തേത്, മിനിമലിസം അല്ലെങ്കിൽ കീപ്പ് ഇറ്റ് ക്ലീൻ. നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള പുസ്തകങ്ങളും പേനയും സ്റ്റേഷനറീസും മാത്രം വെക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ നിന്നിട്ട് നിങ്ങൾ മാറ്റി വെക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റഡി ടേബിൾ എത്രത്തോളം നീറ്റായിരിക്കുന്നതോ അത്രത്തോളം നമ്മുടെ മൈൻഡും കാമായിരിക്കും. ഓക്കെ. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണ്, ടാബ്ലറ്റ് എന്നിവ ഒന്നുകിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലാക്കിയിട്ട് നിങ്ങളുടെ കൺമുന്നിൽ നിന്നും നിങ്ങൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു മെസ്സേജ് ജസ്റ്റ് നോക്കിയിട്ട് വരാമെന്ന് കരുതിയിട്ട് നമ്മൾ ഫോൺ എടുത്താൽ പിന്നെ അരമണിക്കൂർ എങ്ങനെ പോയി എന്ന് നമുക്കറിയാൻ പറ്റില്ല. പഠിക്കുന്ന സമയം മാക്സിമം ആ ഒരു ഫുൾ 100% പഠനത്തിന് മാത്രം നിങ്ങൾ നൽകുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഫിക്സ്ഡ് സ്പേസ് നിങ്ങൾ കണ്ടെത്തുക. അത് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഒരു കോർണർ ആയാലും മതി, അവിടെ നിങ്ങളൊരു സ്റ്റഡി സ്പേസ് ഒരുക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഫോൺ തൊടില്ല എന്ന് നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കുകയും വേണം. ഓക്കെ. സോ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. കുഞ്ഞു സെഷൻസ് ആണ് ഓരോ ഡേയ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി അറിയിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.